നിങ്ങൾക്ക് ഇതിൻ്റെ മസാല ഒന്നും പറ്റില്ല. അത് കാശ്മീരി ചില്ലി പൗഡർ. നിന്റെ വേണ്ടി പല സ്പെഷ്യൽ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതെ, ഞാൻ ഇവിടെ ബ്രോസ്റ്റ് ഉണ്ടാക്കില്ല. കുരുമുളക് പൊടി നിങ്ങളെ സ്പെഷ്യലുകൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടി? ഗരം മസാല. അത് പറയാൻ പറ്റില്ല കേട്ടോ. അത് ഏതാന്ന് എനിക്ക് മണത്തൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ബ്രോസ്റ്റിക്ക് ഇതൊക്കെ ഇടും? നമ്മൾ തിന്നിട്ടുള്ളൂ, എന്തൊക്കെ ഇടണമെന്നൊന്നും കണ്ടിട്ടില്ല. ന്യൂ ഇയർ സ്പെഷ്യൽ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഇപ്പ. റൂഹി ഉപ്പ് കൊടുന്നേരാം. ഉപ്പ് നിങ്ങൾ ഈ പൊടിയാ ഉപയോഗിക്കല്? എന്താണ് 5 സ്റ്റാറോ? നോക്കട്ടെ. മാറ്റീസ് 5 സ്റ്റാർ റോസ്റ്റ് പൗഡർ. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്, ഉപ്പ് ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടാണ്ട് വേറെ സ്പെഷ്യൽ മസാലപ്പൊടികളൊക്കെ ചേർക്കാറുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല, നമ്മൾ കഴിക്കാറുള്ളൂ. എന്താണ് ടേസ്റ്റിനൊന്നും ഒന്നുമില്ല, പക്ഷെ ഇപ്പാന് കുറച്ച് പൊടിക്കൈകൾ അതിൽ വരുന്നുണ്ട്. നമ്മൾ കാണാതെ തിരിയുന്ന സമയത്തേക്ക് എന്തോ ഒന്ന് ചേർക്കല്, എന്താന്ന് പറഞ്ഞില്ല. നിങ്ങൾ ആ ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ, അതിപ്പം വൈറ്റ് ആവും. ആപ്രം വേണോ? റോസ്റ്റ് പൊടി ഇട്ടത് സ്പൂൺ വേണോ? ഇതെന്താ ഈ പൊടി ഇടൂല? ഇടില്ല, അത് ഇപ്പിടാറില്ല ആ പൊടി. അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൽ ഇതാണ് ഇതിൽ കേട്, സോൾട്ട്, നമ്മുടെ അജിനോമോട്ടോ സോൾട്ട്. അപ്പോൾ ഇത് ഇടാറില്ല, ഇടാത്ത നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ന്യൂ ഇയർ സ്പെഷ്യൽ ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ചിക്കൻ റോസ്റ്റ്. ഇപ്പച്ചിൻ്റെ ബ്രോസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നുണ്ട് റോസു? നല്ല ടേസ്റ്റ്. ഉമ്മാൻ്റെ ടേസ്റ്റ്, ഇപ്പച്ചിൻ്റെ ടേസ്റ്റ്. റൂഹിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. റൂഹി നാളെ സ്കൂളിൽ പോണ്ടേ? തുടങ്ങി നല്ല മണം. ചിക്കൻ്റെ ഇത് ലെഗ് മാത്രം ഇങ്ങനെ കിട്ടണതാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? തിരൂരിൽ ഇപ്പോൾ വാങ്ങിച്ചത്. 250 രൂപ അല്ലേ? 12 പീസിന് 250 രൂപ. ലെഗ് മാത്രം, റോസ്റ്റിനായിട്ട് ലെഗ് മാത്രം. അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കാരണം നമ്മൾ മറ്റേ പീസ് ആകുമ്പോൾ വലുതാവും ചെറുതാവും. ഇതിപ്പോൾ ആർക്കും കൺഫ്യൂഷൻ ഇല്ല, കുട്ടികൾക്കൊക്കെ എന്നോട് ഒന്നാ കൊടുത്താൽ മതി. പിന്നെ ഇത് പൊരിക്കുന്നത് കുക്കറിലാണ് കേട്ടോ, ചെറിയ കുക്കറിൽ. എത്ര മിനിറ്റ് പൊരിക്കുക? 13 മിനിറ്റ്. ഓയിൽ ചൂടായിട്ട് ഇതിട്ടെടുക്കും, ചിക്കൻ എടുക്കും. പിന്നെ മൂടണ്ടേ, അടക്കണ്ടേ കുക്കറിനെ മൂടി? വിസിലെടുത്തിട്ടില്ലേ? ഇനി എന്തും ചെയ്യണോ? ഉപ്പുണ്ട്. ഇനിയിപ്പോൾ പൊരിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടും. ഇത് കുറച്ചുകൂടി ഇരുന്നിട്ടേ ബ്രോസ്റ്റ് ഇല്ല. ആ പൗഡർ ഇതിൽ കിട്ടാനേ, എന്നിട്ട് നമുക്ക് റെഡി ആയത് സെയിം പൗഡർ ഇരട്ട് ഇവിടെ കോട്ട് ചെയ്യുക. ഇത് ഇങ്ങോട്ട് ഫ്രീസറിൽ വെച്ചൂടെ, ഫ്രിഡ്ജിൽ വെച്ചൂടെ താഴെ? ഇങ്ങോട്ട് നേരെ പൊരിച്ചാൽ പോരെ? സെറ്റ്, അടിപൊളി. പിന്നെ നിങ്ങൾ ഇതിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർക്കലുണ്ട് അല്ലേ? ഇവിടെ സ്റ്റോക്ക് ഇല്ല. വെള്ളുള്ളി അല്ലേ? വെള്ളുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അതിന്റെ വെള്ളത്തിലല്ലേ? അങ്ങനെ കുറച്ചുകൂടി ടേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് അജിനോമോട്ടോ ആണ് ഈ ടേസ്റ്റ്. അപ്പോൾ ഈ പൗഡർ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ല. വേണമെങ്കിൽ ഈ പൗഡർ
കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ ചിക്കന് അതിൽ മുക്കി വെക്കാം. 15 മിനിറ്റ് അതിൽ മുക്കി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ മസാല ഇപ്പോൾ കാണിച്ച മസാലപ്പൊടികളൊക്കെ ചേർത്ത് ടേസ്റ്റ് കൂടുതലാണെങ്കിൽ അത് എടുത്തോളി അല്ലേ. ടേസ്റ്റ് വേണമെങ്കിൽ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ, പക്ഷെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. 13 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി. ഇനി ഇത് ഫ്രൈ ആക്കാനുള്ളൂ. കുറച്ച് നേരം ഇത് വെച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത്. ന്യൂ ഇയർ സ്പെഷ്യൽ ഇല്ലയെന്ന് ആരും പറയരുത് അല്ലേ റൂഹിമോളെ? ഞാൻ ഇതിൻ്റെ ഒന്നും ആളല്ല, പക്ഷെ ഇപ്പം ഇതിൻ്റെ ആളാണ്. ഇപ്പം ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഇപ്പം തന്നെ കോഴി കൊടുന്ന് ബ്രോസ്റ്റ് കൂടി കൊടുന്ന് ഇവിടെ അതൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ റൂഹിമോളെ? നമ്മൾ 12 മണിക്ക് ഇത് പൊരിക്കണം. അപ്പോഴത്തേക്ക് ഇവർക്ക് വെറുതെ ഉറങ്ങുന്നാവും. യു എയിലുള്ളവർ, അതായത് നിങ്ങളുടെ മക്കളുടെ പ്രീ KG ടു ഗ്രേഡ് 5 വരെയുള്ള അഡ്മിഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്ത് വെച്ചോളൂ. വിൻസോൺ എഡ്യൂക്കേഷൻ സെൻറ്റർ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ അഡ്മിഷൻസിനായിട്ട് പോകുന്ന സമയത്ത് മക്കൾക്കൊരു ഫ്യൂച്ചർ ഇൻബോൺ പൊട്ടൻഷ്യൽ ടെസ്റ്റും കൂടി നടത്തും. അത് ഫ്രീ ആയിട്ടാണ് അവർ നൽകുന്നത്. വലിയ കോസ്റ്റ്ലി ആയിട്ടൊരു ടെസ്റ്റാണ്. അതായത് മക്കളുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ്. ഷാർജ അൽനദയിലാണ് വിൻസോൺ വരുന്നത്. പ്രീ KG ടു ഗ്രേഡ് 5 വരെയുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. വേഗം തന്നെ അഡ്മിഷൻസ് എടുത്തോളൂ ആവശ്യമുള്ളവർ. ഉപ്പ മസാല ഒക്കെ തേച്ചെന്നാണ്, പക്ഷെ ഉപ്പാൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല ബ്രോസ്റ്റ്. ഉപ്പ ഉണ്ടാക്കുമ്പോൾ നല്ല ബ്രോസ്റ്റഡ് കോട്ടിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ കുറച്ച് മസ്പൊടി ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമില്ല അങ്ങനെ പാക്കറ്റ് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പേടിച്ച് അധികം പൊടികളൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിച്ചിട്ടുള്ളൂ. ബാക്കി KFC ബാക്കി നാളെ സ്കൂളിലേക്ക് കുറേ പൊടി വേണം. ആ പൊടി മതി കേട്ടോ. നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയൊന്നുമല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഇതാക്കി ഇതൊക്കെ ചീത്ത പറയും. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നില്ല, ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ട് ഉപ്പ കൊണ്ടുവന്നിട്ടില്ല ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി. ഊയിൻ്റെ ഇങ്ങോട്ട് വയ്ക്കും. ഇങ്ങോട്ട് വാ. റെഡി 1 2 3 കം. അങ്ങനെ 2026 പിറന്നു. എവിടുന്നൊക്കെയോ പൊട്ടുന്നുണ്ട്. കറക്റ്റ് 12 മണിക്ക് എവിടുന്നൊക്കെയാ പൊട്ടുന്നത്. അങ്ങ് ദൂരം അവിടുന്നും ദൂരം വരെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കിടന്നതാ. അപ്പോഴാണ് ഈ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളും പോയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര നിശബ്ദമായി കിടക്കുന്നുണ്ട്. അത് പുതിയങ്ങാടി ഭാഗത്ത് തന്നെ നന്നായിട്ട് പൊട്ടുന്നത്. അത് എവിടെ ഇരിക്കുക? തിരൂർ ഭാഗത്താണ് ആ കാണുന്നത്. ആ റെഡ് കളർ കാണുന്നത് എവിടുന്നാ? നേരെ അതെവിടെ ഇരിക്കും? ഇതാ നേരെ കാണുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ 12 മണി കഴിഞ്ഞിട്ട് ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോഴും ആ ശബ്ദങ്ങൾ നിലച്ചിട്ടില്ല. അപ്പോൾ എന്തൊരു പൊട്ടിക്കുന്നവരൊക്കെ. ഗുണ്ട് പൊട്ടിന്ന്. അത് തന്നെ പറഞ്ഞോളൂ. സോ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഹാപ്പി ആവട്ടെ എല്ലാവർക്കും ഈ വർഷം. പുതുവത്സരാശംസകൾ നേരുന്നു എല്ലാവർക്കും. അങ്ങനെ ഉപ്പ് ഇന്നലെ മസാല തേച്ച് വെച്ചിട്ട് തന്ന ബ്രോസ്റ്റഡ് ഇന്ന് രാവിലെ, അതായത് January 1 രാവിലെ ഫ്രൈ ആക്കി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. നമുക്ക് ന്യൂ ഇയർ അങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ല, എന്നാലും ഇന്നൊരു എന്താ പറയുക, രാവിലെ എന്തെങ്കിലും കൊടുക്കണ്ടേ, അപ്പോൾ കൊടുക്കാൻ. ഇന്ന് മക്രോണി, ചിക്കൻ മക്രോണി ആൻഡ് ഇത് ഫ്രൈഡ് ചിക്കൻ ഇവിടെ നിന്നാലും മക്രോണി സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടാണ്. കഴിച്ച റോസ് 3:10. ഇപ്പോഴും നമ്മൾ
ഫുഡ് കഴിച്ചിട്ടില്ല. മക്കളോട് സ്കൂളിലേക്ക് തന്നില്ലേ? റൂയിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി അല്ലേ? ഞാൻ പോയിട്ടില്ല, ഇക്ക പോയി. ഇല്ല, ഇനി മക്കോണില്ല. റൂയിന്റെ സ്കൂളിൽ കഴിഞ്ഞല്ലോ. ഇല്ല, ഇനി ചോറ് കഴിക്കാം. ഡ്രസ്സ് മാറ്റിട്ടാ. ചോറിതാ റെഡി. ചോറ് കഴിക്കാൻ വരില്ലേ അയക്ക? നല്ല വെണ്ടക്ക പൊരിച്ചതുണ്ട്, വഴുതനങ്ങ തൈര് കറിയുണ്ട്. ഇപ്പോൾ ഒരാൾ വേറൊരു ഡയലോഗ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. വെണ്ടക്ക മാത്രമല്ലേ ഉള്ളൂ, വെണ്ടക്ക മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ബാക്കി മീന് നമ്മൾ വന്നത് എത്ര മണിക്കാണ്? 2 മണിക്ക് വന്നിട്ട് മീൻ ഫ്രീസറിന് പുറത്തെടുത്ത് മുറിച്ച് മുറിച്ച് മസാല വെച്ച് ഫ്രൈ ആക്കി. എവിടേക്ക് പോണ കുട്ടി? വയനാട്ടിലാരാ? അബു ഉണ്ടാവോ? അബു വയനാടാണ്. തെറ്റി പോണേ? എന്തിനു തെറ്റി പോണത്? വെറുതെ പോകണല്ലേ? ഇപ്പൊ ടോയ്സോ? പുതിയങ്ങാടി നേർച്ച വരുമ്പോൾ ടോയ്സ് കിട്ടും. ഇന്ന് ചെറിയ കൊടിയേറ്റമാണ് ഇവിടെ പുതിയങ്ങാടിയിൽ. അടുത്ത ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചയാണ് ഇവിടെ പുതിയങ്ങാടി നേർച്ച. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ നേർച്ചൻ്റെ ആളാണോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ രസമല്ലേ. സ്റ്റോളുകളും കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളും ഒക്കെ കാണുമ്പോൾ അതാണ് നേർച്ച അല്ലേ? ഈ വയനാട്ടിലേക്ക് പോകണിപ്പോഴും എൻ്റെ ഉമ്മയൊക്കെ വയനാട്ടിൽ ടൂർ വയ്ക്കണം. അപ്പം റൂഹി പോവാണല്ലോ വയനാട്ടിലേക്ക്. ഫോൺ കാക്ക വിളിക്കുന്നുണ്ട്. എന്ത് തിരക്കാണ് റബ്ബേ. ഇവരെല്ലാവരും നമ്മളെ മാതിരി കൊടിയേറ്റം കാണാൻ വന്നതാ. നമ്മളെ മാതിരി നിങ്ങളെ പോലെ അല്ല. നിങ്ങൾക്ക് ആ പടക്കം പൊട്ടൽ കാണാനല്ലേ? ഭയങ്കര പടക്കം പൊട്ടും, അത് കാണാൻ വേണ്ടിട്ട് വരികയാണ്. എനിക്ക് പക്ഷെ പടക്കം പൊട്ടിക്കണമൊന്നും വലിയ ഇഷ്ടമില്ല. ഇവിടെ കടി എന്താന്ന് കളിയൊക്കെ വയനാട്ടിൽ പോണ്. അവിടെ എന്താ കടിക്ക്? കടി എന്താ വേണ്ടി? സമൂസ ഉണ്ട്, ചായ ഉണ്ട്. ചായ വേണോ? കുട്ടി പുറത്തേക്ക് ഇറങ്ങണ പപ്പയും കുട്ടിയും. ഓ ഫുഡിയാണ് ഫുഡി. കൊടി കൊടി കേറിയ ഞാൻ കൊള്ളി അതിന്റെ അകത്തേക്ക് ഇറക്കി വിടുവോന്ന് എന്തൊക്കെ ഉണ്ട്. എന്താ ഇവിടുത്തെ തിരക്ക്? കഴിഞ്ഞല്ലോ നമ്മൾ ഇതേപോലെ വന്നിരുന്നു. ഈ മാമന്റെ വീട്ടില് വണ്ടി ആക്കിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. മാമന്റെ വീട്ടില് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് നടന്നു പോകും. അമ്മായി കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. എന്റെ ഉമ്മ പാവം ടൂറിൽ പെട്ട് അനിയത്തിന്റെ കൂടെ ടൂറിൽ പോയതാ. ഉമ്മക്ക് ഭയങ്കര ഹരാണ് ഇതൊക്കെ. ഇവിടെ ഹരം. അമ്മേനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. യാറത്തിന്റെ ബാക്ക് സൈഡിലാണ്. അവിടെ പോയി ഐഷ കേറിയോ? കേറിയോ കൊടി? അതാണ് കൊടി. വേറെ കൊടിയില്ലേ? അതാണ്. എന്താ റൂഹി? അതെന്താ റൂഹി റോസ് വെച്ചിരിക്കണത്? റൂഹി നോക്കട്ടെ. ആ അതാ ലിപ്സ്റ്റിക് ഇട്ടരമ്മ. ലിപ്സ്റ്റിക് ഇട്ടരാ. ഇതെന്തായി? അതുവാണെങ്കിൽ ഒന്നുണ്ട്. എന്താ തേനാറ്.
എങ്ങനെ പടക്കം കഴിഞ്ഞ് വളരെ ലളിതമായിട്ടായിരുന്നു. പടക്കത്തിന് പേടിയുള്ള ആളാണ് റൂഹി. ഒറ്റ മോശമായില്ലേ റൂഹി? പേടിച്ചോ? എന്തടോ എന്താ തന്നെ? ആ നോക്കട്ടെ, മിഠായ ഒന്നെടുത്ത് നോക്കട്ടെ. എന്തൊക്കെയാ മിഠായ? പറഞ്ഞോ. ആ പറഞ്ഞ തന്നെ. ഒന്ന് മതി ടേസ്റ്റ് വെക്കാനാണ്. ഐഷാസ് കിച്ചൺ. ഐഷ റോസ് ഇതൊക്കെ ആദ്യമായിട്ട് തിന്നായിരിക്കും. സ്റ്റാർ മിഠായി ഇതോ ഇതറിയോ? അപ്പൊ എനിക്ക് മറ്റേ ഇത് ദുബായിൽ നിന്ന് കേട്ടോ. ദുബായി തിന്നല്ല, നമ്മൾ നാട്ടിൽ കൊട്ടിക്കാൻ നോക്കട്ടെ. സ്റ്റാർ മിഠായി നേർച്ചക്ക് മാത്രം കിട്ടുന്ന കൊച്ച മിഠായി. എന്താ സാധനം? ആ നല്ല രസമുള്ള ചെടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇത് മറ്റേ ഇതാണ്, ആടാണ് സൗണ്ട് ഉണ്ടാക്കണേ. മാമൻ 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 എന്താ ചെയ്യണത്? മരണക്കിണറുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ടോയ്സ് വന്നിട്ട് പോണട്ടാ. റോയി പടക്കം പൊട്ടിയപ്പോ പേടിച്ചോ? ഇനി പേടിക്കത്തിട്ടാ. റോയിക്കട്ടോ പഠിക്ക. എന്ത് എന്താണ് 18 എഴുതിയാ? ഓക്കെ 19 അങ്ങനെയല്ല. ഒന്നുകൂടെ എഴുതിക്കാം. ഇതെന്താ എഴുതാൻ പോടെ? എന്താ ഇതെന്താണ്? ഇത് പറ, പേര് പറ. എന്നാലും പോലെ പറ. 19. ഓക്കെ 9 എഴുതി. അങ്ങനെയല്ല കേട്ടോ, അമ്മ കാണിച്ചു തരാം. ഇവിടെ 1 ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞു പോയി. എന്താണ് കളിക്കരുത്. ഇതൊക്കെ നല്ല വൃത്തിയിൽ എഴുതിട്ട് പിന്നെ ഇവിടെ ഇതായത് അമ്മ ഫോൺ എടുത്തപ്പോഴ് പക്ഷെ ഒരുമിച്ച് എഴുതണം കേട്ടോ. റബ്ബേ കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഉൾമുള്ള എഴുതുന്നത് അല്ലേ? യെസ് എഴുതിക്കോളൂ. ഇങ്ങനെ വെരി ഗുഡ്. 22 ആണ്. Z അറിയാണ്ട് Z ആയിപ്പോയി. 20. യെസ്. ഓ അല്ല 0. 20. 2 0 20 0 ഇത്. യെസ്. നോക്കട്ടെ റൂയി ഇവിടെ എഴുതിയൊക്കെ നോക്കട്ടെ അമ്മ. നോക്കട്ടെ ഇവിടെ എഴുതിയൊക്കെ കാണിക്കട്ടെ, വീഡിയോയിൽ കാണിക്കട്ടെ. ഇതൊക്കെ ഊയി എഴുതിയതാണ്. തന്നെ. ഓക്കെ 20 ആദ്യം 2 പിന്നെ 0. ഓക്കെ 20 പറയാ. എന്താ അവിടെ ഒന്നും വെക്കണ്ട പറഞ്ഞിക്കണ. ഇനി എഴുതണ്ട. കഴിഞ്ഞു ഫിനിഷ്. ഫുള്ള് പഠിച്ചു. അവിടെ എഴുതണ്ട.